പ്രിയ കുട്ടികളെ, 5ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം സോഷ്യൽ സയൻസാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫസ്റ്റ് യൂണിറ്റ് പീലിയുടെ ഗ്രാമം. 2 മാസത്തെ അവധിക്കാലം കഴിഞ്ഞു അല്ലേ? നിങ്ങളുടെ അവധിക്കാലം നിങ്ങൾ എങ്ങനെയാണ് ചെലവഴിച്ചത്? വിനോദയാത്ര പോയിരുന്നോ? കൂട്ടുകാരെ, അവധിക്കാലം തീരാൻ പോവുകയാണ്. അതിനു മുമ്പ് പീലി സഹപാഠികളെ തൻ്റെ ഗ്രാമത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഗ്രാമം സന്ദർശിക്കാനുള്ള ഒരുക്കത്തിലാണ് പീലിയുടെ അടുത്ത കൂട്ടുകാരൻ അപ്പു. നഗരത്തിലെ ഒരു ചേരിയിലാണ് എൻ്റെ വീട്. അമ്മ മാത്രമാണ് എനിക്കുള്ളത്. തുണിമിൽ തൊഴിലാളിയാണ് എൻ്റെ അമ്മ. എൻ്റെ പേര് വിക്കി. നഗരത്തിലെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ പപ്പ ഒരു ബിസിനസ്സുകാരനാണ്. എൻ്റെ മമ്മി സ്വന്തമായൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്നുണ്ട്. അടുത്ത കൂട്ടുകാരി ചമ്മേലി. അസം സ്വദേശികളാണ്. ഞാനും മായും പാപ്പയും വർഷങ്ങളായി കേരളത്തിലാണ് താമസിക്കുന്നത്. എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ കേരളത്തിലെത്തിയത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവർ കൂട്ടമായി താമസിക്കുന്ന ഒരിടത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. നിങ്ങളുടെ സ്കൂളുകളിൽ മറ്റു സംസ്ഥാനങ്ങളിലെ കുട്ടികൾ പഠിക്കുന്നുണ്ടോ? നമ്മുടെ സംസ്ഥാനത്തല്ലേ അവർ താമസിക്കുന്നത്. ഇവരെ അതിഥി തൊഴിലാളികൾ എന്നാണ് പറയാറ്. അസം, ബീഹാർ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് കൂടുതൽ പേരും കുടുംബങ്ങളായി ഇവിടെ എത്തുന്നത്. ഇവരുടെ മക്കളെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നു. അങ്ങനെ ചമ്മേലിയും കേരളത്തിൽ പഠിക്കുന്നുണ്ട്. 5ാമത്തെ ആളായി നിങ്ങളെ വരച്ചു ചേർത്ത് സ്വയം പരിചയപ്പെടുത്തൂ. ആദ്യം എൻ്റെ പേര്, അവിടെ നിങ്ങളുടെ പേര്, പിന്നെ അച്ഛൻ, അമ്മ, ദേശം, കുടുംബാംഗങ്ങൾ, കുടുംബത്തിൽ ആരൊക്കെയുണ്ടോ അവരെക്കുറിച്ച്, അമ്മയുടെ ജോലി, അച്ഛൻ്റെ ജോലി. അടുത്ത പേജ് നോക്കൂ. നിങ്ങൾ സ്വയം പരിചയപ്പെടുത്തിയല്ലോ. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ വിവരങ്ങളോടൊപ്പം നിങ്ങളുടെ ഹോബി, ഒഴിവു സമയം ചെലവഴിക്കുന്നത്, ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ എന്നിവയെല്ലാം ചേർത്ത് വ്യക്തിഗത വിവരങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. എങ്ങനെയാണ് വ്യക്തിഗത പ്രൊഫൈൽ ഉണ്ടാക്കുന്നത്? നിങ്ങളുടെ പേര്, അച്ഛൻ്റെയും അമ്മയുടെയും പേര്, അവരുടെ ജോലി. ഉദാഹരണമായി, ഞങ്ങൾ താമസിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. ഞങ്ങൾ കൃഷിക്കാരാണ്. എൻ്റെ പ്രധാന ഹോബി പുസ്തക വായനയാണ്. ഒഴിവു സമയങ്ങളിൽ ഞാൻ അമ്മയെ സഹായിക്കാറുണ്ട്. എനിക്കൊരുപാട് സ്വപ്നങ്ങളുണ്ട്. എനിക്കൊരുപാട് യാത്ര ചെയ്യണം. എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞ് നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ എഴുതി ചേർക്കുക. ഡോക്ടർ, വക്കീൽ, കൃഷിക്കാരൻ, IAS ഓഫീസർ, ടീച്ചർ, അങ്ങനെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരാഗ്രഹം എഴുതി ചേർക്കുക. യാത്രക്കൊരുങ്ങാം. നമ്മൾ എത്രയോ കാലമായി ആഗ്രഹിച്ചിരുന്ന യാത്രയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. വീട്ടിൽ നിന്ന് ഒന്ന് സമ്മതിച്ചു കിട്ടാൻ ഞാൻ കുറേ പാടുപെട്ടു. എല്ലായിടത്തും പോകാറുള്ള ആളല്ല ഞാനെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പാപ്പായും മമ്മിയും മനസ്സില്ലാ മനസ്സോടെയാണ് എന്നെയും വിട്ടത്. എന്നെ ദൂരേക്കൊന്നും ഒറ്റയ്ക്ക് വിടാറില്ല. സമ്മതം കിട്ടാൻ നന്നായി ശ്രമിക്കേണ്ടി വന്നു. എനിക്കിവിടെ ആകെയുള്ള കൂട്ടുകാർ നിങ്ങളാണ്. അവിടെ പോയി ഒന്നും കഴിക്കരുതെന്നാണ് മമ്മി പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. ചമേലി പറയുന്നത് എന്താണെന്ന് നോക്കാം. ഞാൻ എവിടെ പോയാലും മായക്ക് പേടിയാണ്. അവരച്ഛനെ പാപ്പ എന്നും അമ്മയെ മായ എന്നുമാണ് വിളിക്കാറ്. മിക്ക ആൾക്കാരും ഒരു അകൽച്ചയോടെയാണ് ഞങ്ങളോട് പെരുമാറുന്നത്. ഞാൻ പീലിയോട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവളുടെ നാട്ടിൽ ആരും അകൽച്ച കാണിക്കില്ലെന്ന് പീലി ഉറപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വരുന്നത്. അപ്പു പറയുന്നത് നോക്കൂ. അമ്മ എതിർപ്പൊന്നും പറഞ്ഞില്ല. ഞാൻ പോകുമ്പോൾ അമ്മ വീട്ടിൽ ഒറ്റക്കാവുമെന്ന വിഷമമുണ്ട്. ഒരു ദിവസത്തേക്കല്ലേ, കുഴപ്പമില്ല. കുട്ടികളെ, നിങ്ങളും യാത്രക്കൊരുങ്ങിയതല്ലേ? നിങ്ങൾക്കും ഉണ്ടാവില്ലേ ആശങ്കകൾ? നിങ്ങളുടെ ചിത്രം വരച്ച് നിങ്ങളുടെ ചിന്തകൾ എഴുതി ചേർക്കുക. ഒരു ഉദാഹരണം കൊടുക്കാം. നിങ്ങൾ നിങ്ങളുടെ ചിന്ത എന്താണെന്ന് എഴുതി ചേർക്കുക. ഞാൻ എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോകുന്ന സന്തോഷത്തിലാണ്. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ ഗ്രാമം കാണുന്നതിൽ സന്തോഷമുണ്ടെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് പോകുന്നതിൽ അവർക്ക് പേടിയാണ്. ആദ്യമായിട്ടാണ് അവരെ പിരിഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നത്. എൻ്റെ കൂട്ടുകാരുണ്ടല്ലോ എന്ന് പറഞ്ഞ ഒരു വിധത്തിലാണ് ഞാൻ അവരെ സമ്മതിപ്പിച്ചത്. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്നും വന്ന ഇവർ എങ്ങനെയാണ് ഇത്ര അടുപ്പമുള്ള കൂട്ടുകാരായത്? ഇവർ സുഹൃത്തുക്കളാകാനിടയായ സാഹചര്യം സങ്കല്പിച്ച് ക്ലാസ്സിൽ ഒരു റോൾ പ്ലേ അവതരിപ്പിക്കൂ. മക്കളെ, നിങ്ങളുടെ ക്ലാസ്സുകളിലും ഇങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള കുട്ടികളില്ലേ? അവരുമായി നിങ്ങൾ നല്ല സുഹൃത്തുക്കളല്ലേ? ഇങ്ങനെയാണ് നിങ്ങൾ അവരുമായി സുഹൃത്തുക്കളായത്. ഒരു റോൾ പ്ലേ അവതരിപ്പിക്കാനാണ് പറയുന്നത്. നെക്സ്റ്റ് പേജ്. കൂട്ടുകാർ യാത്രക്കൊരുങ്ങിയാണ്. യാത്രകൾക്ക് മുമ്പ് നമ്മൾ ചില തയ്യാറെടുപ്പുകൾ നടത്തുമല്ലോ. എങ്ങോട്ടാണ്, എന്തിനാണ്, എങ്ങനെയാണ് എന്നൊക്കെ അനുസരിച്ച്
മാനസികമായ ഒരുക്കങ്ങൾ നമ്മൾ നടത്താറുണ്ട്. നമ്മൾ യാത്രക്കൊരുങ്ങുന്ന ബാഗിൽ വസ്തുക്കൾക്കൊപ്പം നമ്മുടെ ചിന്തകൾ കൂടി കടന്നു വരാറില്ലേ? യാത്രക്ക് പോകുന്ന ബാഗിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാ ചമേലിയുടെ ബാഗിലുള്ള സാധനങ്ങളാണ് ഇവയെല്ലാം. ചമേലി ചിന്തിക്കുന്നത് എന്താണ്? മറ്റുള്ളവർ എന്നെ മാറ്റി നിർത്തുമോ? അടുത്ത ആള് അപ്പു, അമ്മ ഒറ്റക്കാവുമോ? അവൻ്റെ ബാഗിലുള്ള സാധനങ്ങളാണിത്. അടുത്ത ആള് നീനു, എല്ലായിടത്തും പോകാനാവുമോ? എന്താണ് അവൾ അങ്ങനെ ചിന്തിക്കുന്നത്? അവൾ വീൽ ചെയറിലല്ലേ നടക്കുന്നത്, അതുകൊണ്ട് അവൾക്ക് എല്ലായിടത്തും പോകാൻ കഴിയുമോ എന്നാണ് അവൾ ചിന്തിക്കുന്നത്. അടുത്ത വിക്കി എന്താ ചിന്തിക്കുന്നത്? നഗരത്തിലെ സൗകര്യങ്ങൾ ഉണ്ടാകുമോ? ഗ്രാമത്തിലേക്കാണ് പോണത്, അപ്പം നഗരത്തിലെ സൗകര്യങ്ങളൊക്കെ ഗ്രാമത്തിലുണ്ടാകുമോ? പിന്നെ അവൻ്റെ ബാഗിലുള്ളതാണ് ഇതൊക്കെ. അവന് ഭക്ഷണ സാധനങ്ങളൊക്കെ അമ്മ നൽകിയിട്ടുണ്ട്. അടുത്ത ആള് നിങ്ങളാണ്. നിങ്ങൾ എന്തെല്ലാം സാധനങ്ങൾ യാത്രക്കായി കരുതും? എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ആലോചിക്കുക? എഴുതി ചേർക്കൂ. എന്തെല്ലാം ആലോചിക്കാം? പീലിയുടെ നാട്ടിലുള്ള ആളുകൾ നല്ലവരായിരിക്കുമോ? അമ്മയും അച്ഛനും സ്നേഹത്തോടെ പെരുമാറുമോ? ഒരു ദിവസത്തേക്ക് ഇത്രയും സാധനങ്ങൾ മതിയോ എന്നൊക്കെ ചിന്തിക്കാലോ. നിങ്ങളുടെ ചിന്ത ചെയ്തു. അങ്ങനെ അവർ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് പീലിയുടെ ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. നമുക്ക് ഒന്നിച്ചൊരു യാത്രാഗാനം പാടിയാലോ? ഒന്നാം മലയിൽ കയറേണ്ടേ, അവിടുന്ന് തലകുത്തി മറിയേണ്ടേ. എനിക്ക് പാടാനൊന്നും അറിയില്ല. നിങ്ങളുടെ ക്ലാസ്സിൽ നന്നായി വരയ്ക്കുന്ന കുട്ടികളും പാടാൻ കഴിയുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. എല്ലാവരും സംഘമായി ചേർന്ന് നല്ല യാത്രാഗാനങ്ങൾ പാടി അവതരിപ്പിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു യാത്രാഗാനം ഇവിടെ എഴുതി ചേർക്കുക. അങ്ങനെ അവർ പീലിയുടെ ഗ്രാമത്തിലെത്തി. പറയാണ്, ഹായ്, അതാ പീലിയുടെ ഗ്രാമം. പീലി അവരെ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അതാ പീലി, എത്ര നേരമായി ഞാൻ നിങ്ങളെ ഇവിടെ കാത്തു നിൽക്കുന്നു. എന്താ ഇത്ര വൈകിയത്? എന്തെല്ലാം മറുപടി ആയിരിക്കും അവർ പീലിയോട് പറഞ്ഞിട്ടുണ്ടാവുക? എന്തൊക്കെ എഴുതാം? ഞങ്ങൾക്ക് ബസ് കിട്ടാൻ വൈകി. ബസ് ഇറങ്ങി ഞങ്ങൾ എന്ത് ചെയ്തു? ഗ്രാമത്തിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് പാട്ടുപാടി നടന്ന് വരികയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ വൈകിയെത്തിയത്. പീലിയുടെ ഗ്രാമത്തെക്കുറിച്ച് നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? പീലിയുടെ ഗ്രാമം എത്രത്തോളം ഭംഗിയുണ്ട്? എല്ലാവരും കൃഷിക്കാരാണോ? അടുത്തടുത്ത് വീടുകളുണ്ടോ? അവർ സ്വന്തമായി കൃഷി ചെയ്ത് ഭക്ഷിക്കുന്നവരാണോ? അടുത്ത വീട്ടുകാർ എങ്ങനെയാണ് പെരുമാറുന്നത്? അവരുടെ വയലുകളിൻ്റെ അടുത്ത് കുളങ്ങളുണ്ടോ? മലയുണ്ടോ? വയലുകൾ എത്രത്തോളം ഭംഗിയുണ്ട്? വെറും നെൽകൃഷിയാണോ? പച്ചക്കറി കൃഷികളൊക്കെ ചെയ്യുന്നുണ്ടോ? എല്ലാം എഴുതാം. നിങ്ങളുടെ ഭാവനയിൽ വന്ന എല്ലാ വിവരങ്ങളും എഴുതി ഒരു ചിത്രം വരച്ച് കളർ നൽകുക. പീലി പറയാണ്, വരൂ, നമുക്ക് വീട്ടിലേക്ക് പോകാം. അതാണ് എൻ്റെ അമ്മ. എല്ലാവരും വരൂ, ഒത്തിരി നടന്ന് ക്ഷീണിച്ചു കാണും അല്ലേ? നമുക്ക് ആദ്യം ഭക്ഷണം കഴിക്കാം. അമ്മ പറയാണ്. അമ്മ സ്നേഹത്തോടെ അവരെ വീട്ടിലേക്ക് ക്ഷണിച്ചു. എനിക്ക് കഴിക്കാനുള്ളത് വീട്ടിൽ നിന്നും തന്നു വിട്ടിട്ടുണ്ട്, ഞാൻ അത് കഴിച്ചോളാം. അപ്പോൾ പീലി എന്താ പറയണത്? ആരാ പറയണത്? വിക്കിയാണ്. പീലി എന്താ മറുപടി പറയണത്? പിന്നെ അവൻ്റെ ഒരു ജാട. അപ്പോൾ അമ്മ പറയാണ്, അതൊക്കെ മോനെന്നും കഴിക്കുന്നതല്ലേ, ഇതൊന്ന് കഴിച്ചു നോക്കൂ. ഇവിടുത്തെ വയലിലുണ്ടായ നെല്ല് കുത്തിയ അരിയാണ് ചോറുണ്ടാക്കാൻ എടുക്കുന്നത്. പിന്നെ കപ്പയും പീലിയുടെ അച്ഛൻ പുഴയിൽ നിന്നും പിടിച്ച മീനുമൊക്കെയാണ് ഉള്ളത്. അച്ഛനാണ് മീൻകറി ഉണ്ടാക്കിയത്. അങ്ങനെ അവർ ഭക്ഷണമൊക്കെ ഇങ്ങനെ കഴിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ വിക്കി പറയാണ്, വിക്കി എവിടുന്ന് വന്ന ആളാ? നഗരത്തിൽ നിന്ന് വന്നതാണ്. അവനിങ്ങനെ നാടൻ ഭക്ഷണങ്ങളൊന്നും ശീലമില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര രുചിയുള്ള ഭക്ഷണം കഴിക്കുന്നത്. എൻ്റെ വീട്ടിൽ ഇങ്ങനെയുള്ളതേ അല്ല വാങ്ങുന്നത്. അപ്പു പറയാണ്, പീലി വളരെ നന്നായിട്ടുണ്ട്, എന്തു നല്ല രുചി, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരണേ. നമുക്ക് അച്ഛനോട് തന്നെ ചോദിക്കാം, പീലി പറഞ്ഞു. അപ്പോൾ അമ്മ പറയാണ്, അച്ഛൻ വയലിലുണ്ടാവും, അങ്ങോട്ട് പോയിക്കോളൂ, ഗ്രാമവും കാണാമല്ലോ. അങ്ങനെ അവർ പീലിയുടെ അച്ഛനോട് ചോദിക്കാൻ വേണ്ടി വയലിലേക്ക് പോവുകയാണ്. നമുക്ക് പീലിയുടെ അച്ഛനെ അഭിമുഖം ചെയ്താലോ? അതിനുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കൂ. അച്ഛൻ്റെ മറുപടി മാത്രമാണ് ഇതിലുള്ളത്. ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ ചോദിക്കാം? അച്ഛാ, നിങ്ങൾ എങ്ങനെയാണ് ഈ കൃഷിയെല്ലാം ചെയ്യുന്നത്? ഇതിന് എന്തെല്ലാം ആവശ്യമാണ്? എപ്പോഴൊക്കെയാണ് വളമ നൽകുന്നത്? എല്ലാ ദിവസവും വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ?
ഓരോ കൃഷിയുടെയും കാലയളവ് എത്രയാണ്? എപ്പോഴാണ് ഇത് വിളവെടുക്കുന്നത്? എവിടെ കൊണ്ടുപോയാണ് ഇത് വിൽക്കുന്നത്? നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലാഭം കിട്ടുമോ? നിങ്ങളുടെ ഭക്ഷണ ആവശ്യത്തിന് ഇതിൽ തികയുമോ? ഒക്കെ ചോദിക്കാം അല്ലേ? ഇനി പറയാണ്, കൊള്ളാം, എനിക്കും പഠിക്കണം ഇതൊക്കെ ഉണ്ടാക്കാൻ. കൂട്ടുകാർക്കായി ഒരു വിഭവം ഉണ്ടാക്കിയാലോ? നിങ്ങളുടെ പരിസരത്ത് നിന്ന് ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് മുതിർന്നവരുടെ സഹായത്തോടെ ഭക്ഷണം തയ്യാറാക്കി ക്ലാസ്സിൽ കൊണ്ടുവരൂ. കൊണ്ടുവരുന്ന വിഭവങ്ങൾ എല്ലാവരും ഒന്നിച്ച് പങ്കിട്ട് കഴിക്കുമല്ലോ. കുട്ടികളെ, തുടർന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ കാണാം. 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ സയൻസിൻ്റെ ഒരു വീഡിയോ ഇതിനു മുമ്പ് നൽകിയിട്ടുണ്ട്. അതെല്ലാവരും പോയി കാണുക. അതിൽ 2 പേജാണ് ക്ലാസ് എടുത്തിട്ടുള്ളത്. കൂടുതൽ നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ലോങ് വീഡിയോ ആക്കി നൽകാവുന്നതാണ്. നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. അടുത്ത വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്.